പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുവാനായി സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിച്ചിരിക്കുകയാണല്ലോ. സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും പ്രയാസങ്ങളുടെയും വേദനകളുടെയും ഒക്കെ ദിനങ്ങൾ കഴിഞ്ഞ വർഷത്തെ ജീവിതത്തിൽ നമുക്കുണ്ടായി എന്നിരിക്കാം. എന്നാൽ അതിൻ്റെ മധ്യത്തിലും ദൈവം നമ്മെ മുന്നോട്ട് നടത്തി. വഴി ഇതിലെയാണെന്ന് പറഞ്ഞു തന്ന് മുമ്പിൽ നടന്ന ദൈവം ഈ പുതിയ വർഷത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നു. ആ ദൈവത്തിന് നമുക്ക് നന്ദി കരയറ്റാം. ലോകത്തിൽ അനേകം സംഭവങ്ങൾ കഴിഞ്ഞ വർഷത്തിലും അരങ്ങേറി. ക്ഷാമവും പ്രളയവും ഭൂകമ്പവും യുദ്ധവും അനേകവിധമായ ദുരിതങ്ങളും അരങ്ങേറി. അനേകർ പ്രായവ്യത്യാസമന്യേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ ദൈവം എന്നെയും നിങ്ങളെയും ഇവിടെ ജീവനോടെ ശേഷിപ്പിച്ചു. നമ്മുടെ കഴിഞ്ഞ ഒരു വർഷത്തെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ അതിൽ ഉയർച്ചയും താഴ്ചയും നമ്മുടെ ഭൗതിക ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. നമ്മുടെ ആരോഗ്യത്തിലും വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ടാകാം. എന്നാൽ ഇതിൻ്റെയൊക്കെ മധ്യത്തിലും ദൈവത്തോടുള്ള നമ്മുടെ ബന്ധവും കൂട്ടായ്മയും എപ്രകാരമെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും ഭൗതികമായതിന് പിന്നാലെ കഠിനാധ്വാനം ചെയ്തപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് ദൈവസന്നിധിയിൽ ഇരുന്ന് ചിലത് ചോദിക്കാനും ദൈവശബ്ദം കേൾക്കുവാനുമുള്ള അവസരങ്ങളായിരുന്നു. ദൈവികമായ ചിന്തകളേക്കാൾ നമ്മെ സ്വാധീനിച്ചത് ഭൗതികമായി നേടേണ്ട വിഷയങ്ങളായിരുന്നില്ലേ? ഒരു വർഷം നമ്മെ വിട്ടുപോയ വേളയിൽ നാം ഒരു കണക്കെടുപ്പ് നടത്തി കാണും. ഉദ്ദേശിച്ചതുപോലെ ഭൗതികമായതൊന്നും മെച്ചപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പലവട്ടം കേട്ട ആത്മീക സന്ദേശങ്ങൾക്കൊത്തുയരുവാൻ കഴിഞ്ഞതുമില്ല. ചുരുക്കി പറഞ്ഞാൽ നിരാശ നമ്മെ ഭരിക്കുവാൻ എല്ലാ സാധ്യതയും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വരാം. യെശയ്യാപ്രവചനം 40:31 വാക്യത്തിൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. യഹോവയെ കാത്തിരിക്കുന്നവർ. എന്നിൽ ദൈവിക പ്രവൃത്തി ഉണ്ടായി കാണണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്ന കാര്യത്തെ കഴുകൻ ചെയ്യുന്ന പ്രവൃത്തിയോട് സാദൃശീകരിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, പ്രായമാകുമ്പോൾ കഴുകൻ്റെ തൂവലുകൾ കൊഴിഞ്ഞ് വിരൂപമായും പറക്കാൻ ബുദ്ധിമുട്ടായും തീരും. അത് കുറേ കാലം സ്വസ്ഥമായിരിക്കും. മറ്റെല്ലാ തൂവലുകളും പറിച്ചു കളയുകയും ചെയ്യും. താമസിയാതെ പുതിയ തൂവലുകൾ ഉണ്ടായി കഴുകൻ ആകാശത്തിലേക്ക് പറന്ന് ഉയരുവാനായിട്ട് ഇടയായിത്തീരും. എൻ്റെ പ്രിയമുള്ളവരെ, വീഴ്ചകളും താഴ്ചകളും വന്നുപോയ നമ്മുടെ കഴിഞ്ഞ ദിനങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളെ നമുക്ക് മാറ്റിവെക്കാം. ഈ പുതിയ വർഷത്തിൽ കഴുകനെ പോലെ ചിറകടിച്ചുയരുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവനാമ മഹത്വത്തിനായി എന്നാൽ ആവോളം യജ്ഞിക്കും എന്ന് ഉറച്ച തീരുമാനം നമുക്കെടുക്കാം. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലത്ത് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ വേഗത്തിൽ നമുക്ക് നിറവേറ്റാം. അതിനായി സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹീതമായ അഭിവൃദ്ധിയുള്ള ഒരു പുതുവത്സരം 2024 ആശംസിച്ചുകൊള്ളുന്നു.